എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സ്ത്രീയുടെ ക്രൂരതയാണ്. മരിച്ചു പോയതാണ്, അതുകൊണ്ട് കൊല്ലപ്പെട്ടതാണ്. അതുകൊണ്ട് മോശം പറയരുത് എന്നൊന്നും നിങ്ങൾ പറയരുത്. ജീവിച്ചിരുന്നപ്പോൾ അതിഹീനമായ പ്രവൃത്തി ചെയ്ത് അവരെ പിന്നെ നമ്മൾ ന്യായീകരിക്കുന്ന കാര്യമില്ല. നിങ്ങൾക്കെല്ലാം അറിയാം, ആ വാർത്ത നിങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്. ഇപ്പം അതിൻ്റെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോ ആണ് ചെയ്യുന്നത്. ഏതാ സംഭവം എന്ന് ചോദിച്ചാൽ, ഹസീന ബീബി സുരേഷ് എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. ട്രിവാൻഡ്രം നാലാഞ്ചിറയിലുണ്ടായതാണ്. പേപ്പറിലും ടി വിയിലും എല്ലായിടത്തും സോഷ്യൽ മീഡിയ ഒക്കെ ന്യൂസ് വന്നാണ്. അവർക്ക് 4 കുട്ടികളാണുള്ളത്. 18, 17 പിന്നെ 8, 9 വയസ്സൊക്കെ ഉള്ള പിള്ളേർ. ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ച് അങ്ങനെ താമസിക്കുന്നു. സ്വന്തമായിട്ട് വീടൊന്നുമില്ല, വാടക വീടുകളിലാണ്. എപ്പോഴും അലമ്പാണ്. അതിൻ്റെ അകത്ത് ടോട്ടലി പറയുമ്പോഴത്തേക്കിന് ഭർത്താവിന് ഇവരെ സംശയരോഗം എന്ന് പറയുന്നു. അയാൾക്ക് വളരെ സംശയരോഗം എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത്, അത് പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക, ഭാര്യ വളരെ പരിശുദ്ധയായ സ്ത്രീയാണ്, പക്ഷെ ഒരു കാര്യമില്ലാതെ ഭാര്യയെ വെറുതെ സംശയിക്കുന്ന ഭർത്താവ് എന്നാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഭാര്യയുടെ സ്വഭാവം ശരിയല്ല. കാണുന്ന ആണുങ്ങളുടെ എല്ലാം കൂടെ പോകാറുണ്ട്. അതുകൊണ്ട് ഭർത്താവിന് സംശയരോഗം എന്ന് പറയുന്ന കാര്യമില്ല. ഇത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു സംഭവം. ഭാര്യയുടെ വീട്ടുകാർ, അവരുടെ ആങ്ങളമാരും എല്ലാവരും കൂടെ വലിച്ചു കെട്ടി ഭർത്താവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൗൺസിലിങ്ങിന് വിധേയാക്കുക. എന്താന്ന് വെച്ചാൽ സംശയരോഗം. പക്ഷെ ഈ ഭാര്യ എന്ന് പറയുന്ന പെൺകുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, കാണുന്നവരുടെ എല്ലാം കൂടെ പോകുക. അപ്പൊ ആർക്കാണ് യഥാർത്ഥത്തിൽ ട്രീറ്റ്മെന്റ് വേണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ. ഇപ്പൊ കോമഡി എങ്ങനത്തെ സംഭവം നമ്മുടെ നാട്ടുമരങ്ങളിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇവര് കരഞ്ഞു ഊവി പെണ്ണുങ്ങളൊക്കെ പറയും, അയ്യോ എന്നെ വീട്ടിൽ പൂട്ടിയിടും, എന്നെ വെളിയിൽ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല, ആരോടും മിണ്ടാൻ സമ്മതിക്കത്തില്ല, അയ്യോ എന്നെ ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ പല പരാതി പറയും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദയനീയമായിട്ടൊന്നും, ഒരു സൈക്കോടെ ഭാര്യ. പക്ഷെ സംഭവം എന്താണ്, ഇവരുടെ സ്വഭാവം ശരിയല്ല. ഒരുപക്ഷെ ഇത് കണ്ടതിന് ശേഷം ആയിരിക്കും അയക്ക് സംശയരോഗം തുടങ്ങുന്നത്. അത് പക്ഷെ അയാളാണ് അവിടെ, പുരുഷന്മാരാണ് അവിടെ ക്രൂശിക്കപ്പെടുന്നത്. സ്ത്രീകൾ കരഞ്ഞു കൂവി ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും അയ്യോ 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 എന്ന് വെക്കും. ഇത് അതേ സംഭവം തന്നെയാണ്. ഇവർ പ്രണയിച്ച് കല്യാണം കഴിച്ചതൊക്കെയാണ്. ഇയാൾ മൊബൈൽ ടെക്നീഷ്യനാണ്. മൊബൈൽ എങ്ങാണ്ട് കേട് വന്നപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ ഇവരുടെ വീഡിയോ കോൾ വിളി അതും ഇതുമൊക്കെ ഇവർക്ക് സംശയം, ഇയാൾക്ക് മനസ്സിലായി. അന്നോട്ട് സംശയം തോന്നിയത്. പക്ഷെ ഇതിൻ്റെ അകത്ത് അയാൾക്കൊരു വ്യക്തിത്വമില്ല, അതായത് ഒരു നട്ടല്ലില്ല. അത് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കും. എന്താണേലും സുരേഷ് എന്ന വ്യക്തിക്ക് മരിച്ചുപോയി. എന്നാലും പറയാം, അതെന്താണെന്ന് വെച്ചാൽ, അയാളെ ഇഷ്ടമല്ല അവർക്ക്. ഇഷ്ടമല്ലാത്തതിന്റെ പുറത്ത് ആ പിള്ളാരെ ഇട്ടേച്ച് ആ ഇളയ കൊച്ചിനെയും പിടിച്ച് ഹരി എന്ന് പറയുന്ന ഒരുത്തന്റെ കൂടെ ആ പെണ്ണ് ഒളിച്ചോടിപ്പോയതാ. അതങ്ങ് പൊക്കോട്ടെ എന്ന് കരുതണ്ടേ. എന്നിട്ട് നല്ല മാന്യമായിട്ട് ഇയാള് ജീവിച്ച് കാണണം. ഇനി മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കണം, അയാൾ വിവാഹം കഴിക്കണം. ഇല്ല, പിള്ളേർ 10-18 വയസ്സായി, അവരുടെ കാര്യങ്ങൾ നോക്കി അയാൾക്ക് അവിടെ ജീവിക്കാം. അവള് പോട്ടെ. ഇങ്ങനെ പോകുന്ന ഒരു പെണ്ണുങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഏതെങ്കിലും പെണ്ണ് പോയി സുഖമായിട്ട് ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? മിക്ക കേസ് കെട്ടും തൂങ്ങിച്ചാകലോ ഒക്കെ ആയിട്ട് അവസാനിക്കുകയുള്ളൂ. കാരണം ഈ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ ശാരീരിക ആവശ്യം കഴിയുമ്പോൾ അവർ ഉപേക്ഷിക്കും. അല്ലാതെ അവരത്രമേൽ ആത്മാർത്ഥത കഴിയുന്നവരൊന്നും ഇല്ല. അപ്പം കൊല്ലാനൊന്നും നിൽക്കാതെയും അയാൾ ചാകാനൊന്നും നിൽക്കാതെ അയാൾക്ക് അവളുടെ വഴിക്ക് വിടാം. ഇതിനകത്ത് ഇയാൾക്ക് വ്യക്തിത്വം ഇല്ലെന്ന് ഞാൻ പറയാൻ കാര്യം, ഈ ഹസീന ബീബി എന്ന് പറയുന്ന ഈ സ്ത്രീയെ ഒളിച്ചോടി ചെന്നൈക്ക് പോയിട്ട് ഒരു വോയിസും ഇയാൾക്ക് അയച്ചിട്ടുണ്ട്. എന്നെ അന്വേഷിക്കേണ്ട, അയാളെ കൊച്ചിനെ എടുത്തിട്ടുള്ളൂ, മൂത്ത പിള്ളേരെ അവിടെ ഇട്ടിട്ടുണ്ട്, ജീവിക്കാൻ അനുവദിക്കുക എന്ന് കരുതി എന്നുള്ള രീതിയിൽ അവർ വോയിസും അയച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇയാൾ മിസ്സിംഗ് കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പോലീസുകാർ ഒരു വിധത്തിൽ പെണ്ണും പിള്ളേർ തപ്പിയെടുത്ത് ഇവര് പോലീസ് സ്റ്റേഷനിൽ വന്നു. പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഇയാൾ ഇനി എന്നോട് സംസാരിക്കാൻ പോലും പാടില്ലെന്ന് ആ സ്ത്രീ പറയുന്നത്. അത്ര ആ സ്ത്രീ വെറുക്കുന്ന ഒരാളെ നമ്മൾ എന്തിനാണ് സ്നേഹിക്കുന്നത്? ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ, നമ്മളെ ഇന്ന് അവോയ്ഡ് ചെയ്യുന്നവരെ നമ്മൾ ഇന്നലെ അവോയ്ഡ് ചെയ്യാൻ പഠിക്കണം. അതിനുള്ള കപ്പാസിറ്റി നമ്മൾ കാണിക്കണം. നമ്മൾ വെച്ച് നീട്ടുന്ന സ്നേഹം അവിടുന്ന് തട്ടിക്കളയാണ്. പിന്നെ ഇങ്ങനെ യാചകരെ പോലെ അവരുടെ മുന്നിൽ യാചിച്ച് നിൽക്കണം. പൊടാ പുല്ലേന്ന് പറഞ്ഞല്ലേ, പൊടി പുല്ലേന്ന് പറഞ്ഞ് പോരാനുള്ള ഒരു ആത്മധൈര്യം വേണ്ടേ? അവിടെ കിടന്ന് യാചനയാണ്, കാലേ വീണ് യാചന. ഇയാൾ ഈ സുരേഷ് എന്ന് പറയുന്ന ആള് ഈ പെണ്ണുമ്പിള്ള ഹസീന കാണുന്നവരുടെ കൂടെയല്ല ഒളിച്ചോടുമ്പോ ഇയാൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന 2 വട്ടം ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം കൂടെ ആകെ തുകയായിട്ട് ഈ കുട്ടികൾ ഇവരുടെ കൂടെ കഴിയുന്നത് എന്തോ ഒരു നരകമാണെന്നൊന്നും ആലോചിച്ച്. ഇപ്പൊ നമ്മൾ പറയുന്ന വാടക വീട്, സ്വന്തം വീടില്ലാത്ത ആ കുട്ടികൾക്ക് നിലയിലാ കയത്തിലേട്ട് അതുങ്ങളെ തള്ളി വിട്ടേച്ച് അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും അങ്ങ് ഇല്ലാതായി. ആ പിള്ളേർ ഇനി എന്ത് ചെയ്യും? പക്ഷേ ഇതുങ്ങൾ രണ്ടും ഇല്ലാതായപ്പോൾ ആ പിള്ളേർക്ക് സ്വൈര്യം കിട്ടുന്നുണ്ട് ഒരു സൈഡിൽ. ഇനി എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ ആരെങ്കിലും ഒക്കെ അതുങ്ങളെ സമൂഹ ആൾക്കാർ രക്ഷപ്പെടുത്തണം. അല്ലാതെ പറ്റിയല്ല. കാരണം അങ്ങനത്തെ അവസ്ഥയാവും, കൊച്ചു പിള്ളേരല്ലേ. പക്ഷേ ഇവരുടെ കൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും നരകം? ഇതിന്റെ അകത്ത് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ വോയിസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നത്. അതായത് അവസാന രാത്രി 3:30 ഹരി പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ഇവർക്ക് ഒളിച്ചോടുകയല്ല, നേരെ ഓടുന്ന പോലെയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട് ബലമായിട്ട്.
പക്ഷെ അവർക്ക് കൂടെ നിൽക്കാൻ, സുരേഷിന്റെ കൂടെ നിൽക്കാൻ ഇഷ്ടമല്ല, അവർക്ക് പോകണം. ഹരി വെളിയിൽ നിൽക്കുന്നു, ഹരിയുടെ ഒപ്പം പോകണം. ഇയാൾ ഉറങ്ങാതെ കാത്തു കിട്ടിയിരിക്കുന്നു, ഹരിയുടെ ഒപ്പം പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അവസാന നിമിഷം പോകുമെന്ന് കണ്ടപ്പോഴാണ് അയാൾ അന്ന് അവരെ ഇല്ലാതാക്കിയത്. അവരുടെ കണ്ണും കഴുത്ത് വെട്ടുകയാണ് ചെയ്തത്, കഴുത്ത് കണ്ടിക്കുകയാണ് ചെയ്തത്. കണ്ണും എല്ലാം വെളി തള്ളി വല്ലാത്ത ദൃശ്യത്തിലാണ് പിള്ളേരെന്ന് കാണുന്നത്. അവർ വെളുപ്പൻ്റെ കാർച്ച കെട്ട് എണീറ്റ് നോക്കുമ്പം ഇവര് കണ്ണും പിടിച്ച് ചോരയെ കുളിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് അമ്മ ഇങ്ങനെ കിടക്കുന്നത്. അവർ പിള്ളേർ പറയുന്നത് അമ്മയെ അങ്ങനെ ചെയ്യാൻ അച്ഛന് സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം അമ്മയെ അത്രയധികം അച്ഛൻ സ്നേഹിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ അവസാന രാത്രിയിൽ ഉണ്ടായ വോയിസ് ആണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. സംഭവം നടന്നിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഈ കുട്ടികളുടെ ഒരു ഇന്റർവ്യൂ വന്നായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ആ കുട്ടി പറയുന്നുണ്ട്, പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്, അതുകൊണ്ട് ഇട്ടാ വീഡിയോ ഒത്തിരി ലോങ് ആകും, അതുകൊണ്ട് ഇടാത്താണ്. നിങ്ങൾ കണ്ടു കാണും. ആ കുട്ടി അതിൻ്റെ അകത്ത്, പെങ്കൊച്ച് അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നു, ഇതിൽ പോലീസ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഈ കേസ് കൈകാര്യം ചെയ്ത സർവ്വെ ആൾക്കാരും ഇതിന്റെ കാരണക്കാരനായ ഹരി എന്ന വ്യക്തിയെ പറ്റി പറയുന്നില്ല, പേര് പോലും പറയുന്നില്ല, പോലീസ് അന്വേഷിക്കുന്നില്ല, അവനെ ചോദ്യം ചെയ്യുന്നില്ല, ഒന്നുമില്ല. അത് ആ കുട്ടി പറയുന്നത് ശരിയാണ്. ഇവ ഒളിച്ചോടാൻ വേണ്ടി നമ്മൾ എപ്പോഴും പറയുന്ന പോലെ, നമ്മുടെ ലൈഫ് തകർക്കാൻ വേണ്ടി മൂന്നാമതൊരു വ്യക്തിയുടെ എൻട്രിയാന്ന് പറയുന്ന പോലെ, ആ മൂന്നാമതൊരു വ്യക്തി ആരാണ്? ഇവനാണ്, ഹരി. അവനെ ഒഴിവാക്കി വിട്ടിരിക്കുക. എന്നാൽ സത്യം പറഞ്ഞാൽ ആ സുരേഷും ഹരിയോട് ചെന്ന് ചോദിച്ചത് അവനിട്ട് 2 എണ്ണം കൊടുക്കുക, അതൊന്നുമല്ല. അയാൾ നേരെ ഇവരെ കൊന്നേച്ച് നേരെ ചെന്നൈക്ക് വണ്ടി ഓടിച്ചു പോയിട്ട് അവിടെ റെയിൽവേ ട്രാക്കിന്റെ അവിടെ വണ്ടി ഉപേക്ഷിച്ചിട്ട് ട്രെയിനിന്റെ മുന്നിൽ ചാടി അയാളും മരിച്ചു. മരിക്കുന്നതിന് മുന്നേ അയ്യോ എന്റെ മക്കളെ നോക്കിയേക്കണേന്ന്, ഞാൻ ആര് നോക്കാൻ എന്നും പറഞ്ഞൊരു മെസ്സേജ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ അവസാന രാത്രിയിലത്തെ മെസ്സേജ് വോയിസുകളാണ് ഇപ്പൊ കേൾക്കാവുന്നത്. എന്തിനമ്മ ആവശ്യമില്ലാത്തൊക്കെ പറയണ? അവന് തുറങ്ങാൻ പറഞ്ഞപ്പോ പട്ടിയാക്കി വന്നു. നിങ്ങൾ വലിയ കൊള്ളാണെന്ന് അവള് ചാടാൻ വന്നേക്കണ പട്ടി പട്ടി അപ്പൊ ഒരു തേങ്ങ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അവളെ മറ്റം വരികയില്ല, അതാണ് ഇവിടെ എത്തിക്കണം പോകാൻ പറ്റും. മനസ്സിലായോ? അതാണ് പറയുന്ന അയാള് പറയുന്ന ലാസ്റ്റ് പറയുന്ന അവളെ കൂട്ടാൻ മറ്റോ വന്ന് നിൽപ്പുണ്ട്, അതാണ് ഇത്ര ഇതെന്ന്. ശരിയാണ്, ശരിക്കും കഴപ്പെന്ന് പറയാം. കഴപ്പ് ആ മലയാള ഭാഷ മാത്രമേ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാനുള്ളൂ. നിങ്ങൾ ക്ഷമിക്കുക, അതേ പറയാനുള്ളൂ. ഒരു സ്ത്രീയാണ്, ആ സ്ത്രീ കാണാനും മിടിക്കുകയാണ്, അല്ലേ? കാണാനും ഒക്കെ മിടിക്കുകയാണ്. 36 വയസ്സെങ്ങാണ്ടേ ഉള്ളു കേട്ടവർക്ക്. 10-18 വയസ്സുള്ള പിള്ളേരുണ്ടെങ്കിലും നേരത്തെ പ്രേമിച്ച് ഒളിച്ചോടിയൊക്കെ പോകുന്നതാണ്. അതുകൊണ്ട് ഇത്ര ചെറുപ്പത്തിലേ പോകുന്നതാന്ന് തോന്നുന്നു. കാണാൻ പിടിക്കുകയാണ്. ഇയാളുടെ കൂടെ ജീവിച്ചപ്പം അടുത്തിട്ടുണ്ട്. പിന്നെ ഇയാൾക്ക് ഇവളുടെ പോക്ക് ശരിയല്ല എന്ന് കണ്ടപ്പോഴത്തേന് ഇയാള് ചങ്ങലയിടിയിൽ തുടങ്ങി. അങ്ങോട്ട് വിടുകയില്ല ഇങ്ങോട്ട് വിടുകയില്ല, അങ്ങനത്തെ ഇതും തുടങ്ങി. അപ്പൊ ഇവക്ക് ഇതിന്ന് ചാടണം. ഇയാളെ ഇഷ്ടമല്ല. ഇപ്പൊ ആ കൊച്ചിനെ ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ കൊച്ചു വീഡിയോ എടുക്കുന്ന വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതാണ് ആ കേട്ടത്. അപ്പൊ കൊച്ചിനെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ പോലീസിനെ വിളിക്കുന്നൊക്കെ പറയുന്നു. ഇയാൾക്ക് സംശയരോഗം ഉണ്ട് എന്നുള്ള രീതി പറയുന്നത് നമുക്ക് കേൾക്കാം. ഉണ്ട്, സംശയരോഗം. അതുകൊണ്ട് അത് അച്ഛൻ എപ്പോഴും സംശയത്തിലാണ് സംസാരിക്കണത്. എപ്പോഴും
എന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ആമ്പിള്ളേർ വന്നു കഴിഞ്ഞാൽ ആമ്പിള്ളേർ വന്നാൽ മാത്രമല്ല പെമ്പിള്ളേർ വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പുറത്ത് വിടത്തില്ല അമ്മേ? പുറത്തു വിടില്ല. ഇല്ല, പുറത്തു വിടില്ല. പുറത്ത് പോവാണെങ്കിൽ അച്ഛനും കൂടെ പോകും. പുറത്ത് പോകണമെങ്കിൽ അച്ഛനും കൂടെ കൂടെ തന്നെ പോകണം. മുമ്പ് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പയ്യനോട് ഞാൻ പോയി പിന്നെ അവിടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇതിന് മുമ്പേ അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്നു. സുരേഷ് പിന്നെ കൊണ്ടുവന്നു. അതിന് ശേഷമായിരിക്കാം സുരേഷിന് പിന്നെ അങ്ങനെ ഒരു ചിന്തപ്പാട് അപ്പൊ ആർക്കായാലും ഉണ്ടാവും, ഉണ്ടാവും ആൾക്ക് പിന്നെ തുടർന്ന് പിടിക്കുന്ന എല്ലാം സംശയത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതെ അതെ അതെ. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്കൊക്കെ മറ്റുള്ള ആൾക്കാർ ഫോൺ ചെയ്യുകയും മൊബൈലിൽ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ മൊബൈൽ ടെക്നീഷ്യനാണ്. അങ്ങനെ വന്ന സമയത്ത് ഫോൺ എന്തോ കംപ്ലൈൻ്റ് ആയ സമയത്ത് യാദർച്ഛികമായിട്ട് ഈ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരാണിത് കണ്ടുപിടിക്കുന്നത്. ശരിക്കും സംശയരോഗമാണ് എന്ന് അച്ഛന് സംശയരോഗമുണ്ടത്. പക്ഷെ ഇതിൻ്റെ അകത്ത് സംശയരോഗമല്ല, ഇവരുടെ നടപടി ദൂഷ്യം കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവരെ പിന്നെ ഒന്ന് വാച്ച് ചെയ്യും. അതായത് ഇവരെ കുടുംബത്തിനെ സ്നേഹിക്കുന്നു, മക്കളെ സ്നേഹിക്കുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നു. അപ്പൊ നമ്മളുടെ ഭാര്യ ഇട്ട് പോകരുത്, ഇങ്ങനെ കൂടെ നിൽക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്, ഓവർ ശ്രദ്ധ കൊടുക്കും. അപ്പൊ പിന്നെ പുറത്ത് തന്നെ വിടുകയില്ല. അങ്ങനെ ഇങ്ങനെയാവും. വേലി ചാടാൻ ഒരുങ്ങി നിൽക്കുന്ന ഇവർക്ക് അത് വലിയ തടസ്സമായിട്ട് വരും. അല്ലെ ഇയാളൊരു ഒന്നും കണ്ടില്ല കേട്ടില്ല, അവൾ അവിടെ ഇഷ്ടത്തിന് പോട്ടെ എന്നുള്ള രീതിക്ക് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ അതായത് ഈ സ്ത്രീയെ ഒരാളുടെ കൂടെ ഒളിച്ചു കൊടുക്കുന്നു, തിരിച്ച് പോലീസ് കേസ് കൊടുക്കുന്നു, തിരിച്ചു കൊണ്ടുവന്ന് പോലീസിന്റെ മധ്യസ്ഥ ഇയാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു, ഇവര് വ്യവസ്ഥ വെക്കുന്നു, എന്നോട് അവൻ മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നു. എന്നിട്ടും ക്ഷമിച്ച് കൂടെ താമസിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ആരുവാ എന്ന് നമുക്ക് തോന്നില്ലേ? അങ്ങനെ തോന്നും. ഈ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ആരാ? ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയ ഒരുത്തിയെ വീണ്ടും വിളിച്ചു കൂടെ താമസിപ്പിച്ച് അവള് ഭർത്താവായിട്ടും കരുതിയല്ല, മുഴുവൻ നേരം പട്ടി തെണ്ടി എന്നെല്ലാം വിളിച്ച് വഴക്കുണ്ടാക്കി ബലമായിട്ട് ഇയാൾ എന്തിനാണ് അവളെ താമസിപ്പിക്കുന്നത് എന്ന് നമുക്ക് തോന്നില്ലേ? പക്ഷെ ഞാൻ പറയാം, എനിക്ക് നേരിട്ടറിയാവുന്ന ചില സംഭവങ്ങളുണ്ട്. ഇതേപോലെ തന്നെ സെയിം സംഭവത്തിൽ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്ന ആണുങ്ങളുണ്ട്. നട്ടലില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. അവര് പറയുമ്പോ അയ്യോ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി അത്. പക്ഷെ നട്ടലിലുള്ള ചില ആണുങ്ങളെ ഞാൻ ഇത് വേറെയും കഥ കേട്ടിട്ടുണ്ട്. ഇതേപോലെ ഒളിച്ചോടി കൊണ്ടുപോയവൻ ഉപേക്ഷിച്ച് വഴിയാധാരമായപ്പോ ഇവരന്വേഷിച്ച് പിടിച്ച് മക്കളുടെ ഇതിൽ വന്ന് താമസിച്ചിട്ട് ആ ഭാര്യയായിട്ട് കഴിഞ്ഞിരുന്ന എല്ലാ സ്ഥാനവും എടുത്തു കളഞ്ഞിട്ട് ഒരു വേലക്കാരി പോലെ, അയാൾ സംസാരിക്കുക പോലുമില്ല, ഒരു വേലക്കാരി പോലെ ആ വീട്ടിൽ കഴിയാം. അത്ര അനുവദിച്ചു കൊടുത്ത ആണത്തുള്ള ആണുങ്ങളുണ്ട്. പക്ഷെ ഈ സുരേഷ് ചെയ്തത് പിന്നെ നമുക്കൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമല്ല, അപ്പൊ അവളെ അങ്ങ് വിട്ടേക്കണം. ഇത് അയാൾ എന്താ ചെയ്തത്? ആ പിള്ളേരോടുള്ള ഉത്തരവാദിത്വമല്ലേ അയാൾ ഇല്ലാതാക്കി. അവരെയും കൊന്നു, അയാളും ചത്ത്. ഈ ഭൂമിയിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ആ പാവം പിള്ളേരെ എന്താ ആ പിള്ളേരോട് അയാൾ ചെയ്തു വെച്ചത്? എന്നിട്ട് അടുത്ത് അവൾ ഒളിച്ചോടിയ സമയത്ത് ഇയാൾക്ക് അയച്ചൊരു മെസ്സേജ്, തന്റെ മക്കളെ മൂത്ത മക്കളെ തന്നിട്ടുണ്ട്, അയാളെ കൊച്ചിനെ എടുത്തിട്ടുള്ളൂ, ഇനി ഇതും പറഞ്ഞു കൂടെ വരണ്ടാന്ന് പറഞ്ഞ് പുച്ഛിച്ച് പറയുന്ന ഒരു വോയിസ്. ശല്യം ചെയ്ത് വിട്ട ഒരു ഉപകാരമായിരുന്നു. എന്തിനാണ് ഞാൻ ഒരാളെ കൂടെ വന്ന് അവരെ കൂടെ കഴിഞ്ഞ് ഞാൻ ജീവിക്കണം. എനിക്കത് മതി. എൻ്റെ ആഗ്രഹത്തിന് എനിക്ക് ജീവിക്കണം. ഇവിടെ നിന്ന് വിളിക്കണ ആവശ്യമില്ലല്ലോ. പറ്റാത്തോണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞാൻ മക്കളെ കൊണ്ടുപോകുന്നുള്ളൂ, വേറെ ആരെ കൊണ്ടുപോകും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും കൊണ്ടു എനിക്ക് മക്കളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചറിയിച്ച് ബഹളം വെച്ച് തിരിച്ച് വിളിച്ചോണ്ട് വരാനുള്ള പരിപാടി. പക്ഷെ നിങ്ങളൊന്നും ആയിരുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ പോകത്തില്ല. നിങ്ങളുടെ നാത്തൂനെ വിളിച്ച് പറഞ്ഞല്ല, അവളെ ഞാൻ വിളിക്കത്തില്ല. അവരാരും അറിഞ്ഞിട്ടുമില്ല ഞാൻ ഇവിടുന്ന് പോകുന്നത്. നിങ്ങൾ ബഹളം വെച്ചിട്ടോ ഇവിടെ കിടന്ന് അന്വേഷിച്ചിട്ടോ എന്നെ അന്വേഷിക്കാൻ നടക്കുകയും വേണ്ട. പിള്ളേരെ സ്കൂളിൽ ആവാറായി, അവരെ സ്കൂളിൽ വിടുക, പഠിപ്പിക്കുക. എന്നെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുകയും വേണ്ട. പിള്ളേരുടെ കാര്യം നോക്കുക. അതായത് നല്ലോണം നോക്കോ ഇല്ലയോ നോക്കണം. ഞാൻ ഇത്രയും ദിവസമായിട്ട് വരെന്ന് പറഞ്ഞ ഒന്നും ചെയ്ത് ഞാൻ കണ്ടില്ല. 2 മാസം ഈ പറയുന്നതിൽ അവരുടെ ഭാഗത്തുരായോണ്ട് ഞാൻ ഒരുത്തന്റെ കൂടെ പോകുന്നു, ഇറങ്ങിപ്പോകുന്നു, അല്ലെ കൊച്ചിനെ കൊണ്ട് പോകുന്നു. ഇനി നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്ത്? ഇങ്ങനെ വിളിക്കരുത്, ഇനി നാത്തൂനെ വിളിക്കേണ്ടെന്ന് അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അവളെ വിളിക്കില്ല, നിങ്ങൾ പിള്ളേരുടെ കാര്യം നോക്കുക, അവരെ സ്കൂളിൽ വിടുക, തെരുതരെ എന്നെ വിളിക്കണ്ട എന്ന്. അവരൊരാളുടെ കൂടെ പോട്ടെ എന്ന് വിചാരിക്കണം. ഇത് എന്തൊരു വ്യക്തിത്വം ഇല്ലാതെ ഈ പുരുഷൻ കാണിച്ചല്ലേ, ആണുങ്ങൾക്ക് ചേർന്ന പരിപാടിയല്ല. ഇതിപ്പോ ഇനി ഇയാള് ആ ലാസ്റ്റ് നമ്മൾ ആദ്യം കേട്ട വോയിസ് പ്രകാരം ആ ലാസ്റ്റ് 3:30 വരെ ഇന്ന് ഹരി പുറത്ത് വെയിറ്റ് ചെയ്തു. ഇവർ ഉറങ്ങി കഴിയുമ്പോൾ ഇറങ്ങി പോകാൻ നോക്കി, അതൊന്നും നടന്നില്ല. ലാസ്റ്റ് അയാൾ കൊന്നു കഴിഞ്ഞു. ഇവരെ കൊന്നേച്ച് അയാൾ പോയിട്ട് മകൾക്ക് അയച്ച മെസ്സേജ് കേൾക്കാം.
ആര് നോക്കാൻ ആ പിള്ളേരെ ഇനി ആരെങ്കിലും സന്നദ്ധ സംഘടന അല്ലെ അങ്ങനെയുള്ളവരൊക്കെ ഏറ്റെടുത്ത് നോക്കി ഒരു വീടും ഒക്കെ വെച്ച് കൊടുത്താൽ അത് നിങ്ങൾക്ക് ഇനി സമാധാനമുള്ള ലൈഫ്. ആരെയും ജീവിതം കൊടുക്കാൻ മുന്നോട്ട് വന്ന് നല്ല ആൾക്കാർ വന്നാൽ അത് നിങ്ങൾക്ക് ഇനി സമാധാനം കിട്ടും. ഇവർ രണ്ടുകൂടെ പ്രേമിച്ച് കല്യാണം കഴിച്ച് രണ്ട് വഴിക്കായി ഒരാൾക്കൊരു സംശയരോഗം. ഭാര്യ കാണുന്നവന്മാരുടെ കൂടെ പോകുന്നവളാണെന്ന് ആദ്യമേ, അതായത് കേസൊക്കെ കൊടുത്ത് പോലീസ് മധ്യസ്ഥത കൊണ്ടിരുന്നതിനൊക്കെ മുന്നേ തന്നെ ഒരാളെ ഏർപ്പെടുത്തണ്ട അല്ലേ. തുടക്കകാലത്ത് ഭാര്യയുടെ സ്വഭാവം മറ്റുള്ള ആണുങ്ങളെ തേടി പോകുന്ന അവളുടെ ഇഷ്ടത്തിനങ്ങ് പോട്ടെ. ഇയാൾക്ക് ജീവിതം വേറെ കിടപ്പില്ലേ? അതിനു പകരം അവളെ കൊന്നു കളഞ്ഞിട്ട് അയാളും ചത്തില്ല, അയാൾ ജയിലിൽ പോയി. ഇത് വല്ലതും ചെയ്യണം. ഈ ഇത്രയും മനോഹരമായ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അവള് പോയാൽ ചിലപ്പോൾ അതിലും നല്ലതന്നെ കടുക്കനിട്ടവും പോയാൽ കാതുകുത്തിയം വരുമെന്ന്. അതുപോലെ അതിനെക്കാട്ടും നല്ല ആൾക്കാരെ വേണമെങ്കിൽ കിട്ടും, മക്കളെ നോക്കുന്നവരെ കിട്ടും. എത്രയോ പേരെ അങ്ങനെ ഉണ്ട്. അങ്ങനെ കല്യാണം കഴിച്ച് വന്നേ ജീവിക്കുക. ഇനി അത് വേണ്ട, ഒരു സ്ത്രീയുടെ കൂടെ ജീവിച്ച് വെറുത്തുപോയി എന്നുണ്ട് കുട്ടികളുടെ കാര്യം നോക്കി നല്ല അന്തസ്സായിട്ട് ജീവിക്കുക. അതിനു പകരം ഇയാളെ ഇഷ്ടപ്പെടാത്ത ആളെ കൊണ്ട് ഇയാളെ ഇഷ്ടപ്പെടുത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൂടെ താമസിപ്പിക്കാൻ ബലം പ്രയോഗിക്കുന്നു. അവള് വിട്ടാ പോകും എന്ന് പറഞ്ഞ് ഇപ്പൊ പോകും എന്ന് പറഞ്ഞ് അവള് നിൽക്കുന്നു. അവള് പോകാൻ വരുമ്പോൾ കത്തിയെടുത്ത് അവളെ കൊല്ലുന്നു. എന്നിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ട്രെയിനിന്റെ മുന്നിൽ ചാടി വണ്ടി ഓടിച്ച് പോയി തമിഴ്നാട്ടിലെങ്ങാണ്ട് പോയി ചാടുന്നു. ഇവർ ഈ പിള്ളേരെ സ്നേഹിച്ചിരുന്നോ? മക്കളെ സ്നേഹിച്ചിരുന്നോ? ഇയാൾ എന്തിനാണ് വല്ലവന്റെയും കൂടെ ഇറങ്ങിപ്പോകുന്ന ഭാര്യ മാത്രം സ്നേഹിക്കുന്നത്? ഇയാൾ 2 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഈ പെണ്ണ് 2 വട്ടം ഒളിച്ചോടിയപ്പോൾ എന്നിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് കിടന്ന് ബഹളമൊക്കെ വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 2 പേരും ശരിയല്ലെന്നേ പറയുള്ളൂ. 2 പേരോട് കൂടി ആ കുട്ടികൾക്കിട്ടാണ് പണി കൊടുത്തിരിക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇത്രയും മുതിർന്ന കുട്ടികളാണ്. പിന്നെ ഇളയ മകളെ കൊണ്ടാണ് ഈ പെണ്ണ് എപ്പോഴും ഒളിച്ചോടുന്നത്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇളയ മക്കളോട് ഒരു അറ്റാച്ച്മെന്റ് കൂടുമല്ലോ. വീഡിയോ ഇച്ചിരി ലോങ് ആയി കാണാൻ ക്ഷമിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.